നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. അല്ല മുല്യാരെ, നിങ്ങളിത് കണ്ടോ? ഉച്ചക്ക് ഓണാഘോഷ പരിപാടി കടയില് ജുമാക്ക് വന്നതാണ് കുട്ടികള്. ഇതാണ് ഞങ്ങളൊക്കെ ഉദ്ദേശിച്ചത്. ഓണം വേണം, പള്ളിയും വേണം, ജുമാ വേണം, ക്രിസ്മസ് വേണം, ഒക്കെ വേണം. ഞാൻ ചിലപ്പം തലക്കെട്ടിട്ട് ചങ്ങായിൻ്റെ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് വിവരം ഉണ്ടാവില്ല. കമന്റ് ബോക്സിൽ നമ്മൾ മുന്നിട്ട വീഡിയോയിൽ അത് തന്നെയാണ് ആളുകൾ പറയുന്നത്, മതം പഠിക്കട അല്ലെങ്കിൽ ദീന് പഠിക്കട. ഈ കണ്ട ആൾക്കാരൊക്കെ ദീന് പഠിക്കാത്ത ആളാ. അപ്പം നമുക്ക് വേണ്ട വിശ്വാസം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം. മറ്റൊരുത്തൻ്റെത് പറയാനുള്ള അവകാശം നമുക്കില്ല. ഈ ഓണപരിപാടിക്ക് പങ്കെടുക്കരുത് എന്നുള്ളത് ഇപ്പത്തെ ആളെ കൂട്ടിയിട്ട് പറയാൻ നിനക്കൊരു അവകാശമില്ല. എനിക്ക് എൻ്റെ മക്കളോട് പറയാൻ പറ്റില്ല, ഈ ക്രിസ്ത്യാനികളെ വീട്ടിൽ പോകരുത്, ഓരോ പരിപാടിക്ക് പങ്കെടുക്കരുത് എന്ന് ഞാൻ അങ്ങനെ പറയൂല. അപ്പോൾ ഇത് ഏത് രീതിയിലാണ്? ഇത് വർഗീയത തന്നെയാണ്, മാറ്റി നിർത്തലാണ്. അവർ കണ്ടില്ലേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ജുമാ നിസ്കരിക്കണത്. അപ്പോൾ അങ്ങനത്തെ മുസ്ലിങ്ങളുണ്ട് ഇവിടെ. അങ്ങനത്തോരെയാണ് നിങ്ങൾ തെറ്റിക്കണത്. ഏതെങ്കിലും ഒരു സംഖ്യ വന്നിട്ട് നബിദിന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല ഹിന്ദുക്കൾ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങുമല്ലോ ഞങ്ങളൊക്കെ കൂടി. ഇതിപ്പോൾ മുല്ലിയാരി പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ആരൊന്നും പറയാത്തത്? അപ്പം അങ്ങനെ ചെതറട്ടെ കേട്ടോ. ഞാൻ ഇനിയും പറയും. പാസ്റ്റർ വന്നിട്ട് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, നമ്പൂരി വന്നിട്ട് പറഞ്ഞാലും ഞാൻ പറയും, മുല്ലിയാരി വന്നിട്ട് പറഞ്ഞാലും ഞാൻ പറയും. എനിക്ക് ആരും അറിയില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് എവിടെയും പറയും. അത്രേ ഉള്ളൂ.